PCOD പൂർണ്ണമായും മാറാൻ നമ്മൾ എന്തെല്ലാം ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കണം, എന്തെല്ലാം ആഹാരങ്ങൾ ഒഴിവാക്കണം? ഇപ്പോൾ PCOD ഉള്ള ആളുകൾക്ക് പറ്റുന്ന ഒരു ആഹാര രീതി, ഡയറ്റ് പ്ലാനിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ ധീരജ്. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നമ്മളുടെ ആഹാരത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. നമ്മളൊരു പ്ലേറ്റിൽ ആഹാരം കഴിക്കുമ്പോൾ ആ പ്ലേറ്റിന്റെ പകുതി പച്ചക്കറി ആയിരിക്കണം. അത് തോരനോ അവിയലോ അതുപോലെ തന്നെ വേവിക്കാത്ത സലാഡുകളുണ്ടല്ലോ പച്ചക്കറികളുടെ, അതും കൂടുതലായിട്ട് കഴിക്കുക. അതിനോടൊപ്പം തന്നെ പഴവർഗ്ഗങ്ങൾ, അതിലിപ്പം അവക്കാഡോ, അതുപോലെ തന്നെ ഓറഞ്ച്, പേരയ്ക്ക, ബെറീസ് ഉണ്ട്, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി പോലുള്ളവയെല്ലാം 1 കപ്പ് തൊട്ട് 1.5 കപ്പ് വരെ, അതായത് ഏകദേശം 100 തൊട്ട് 150 ഗ്രാം എല്ലാ ദിവസവും നമുക്ക് കഴിക്കാം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ധാന്യങ്ങൾ, ഇപ്പം അരി, ഗോതമ്പ് പോലുള്ള എല്ലാ ധാന്യങ്ങളും, മുഴുധാന്യങ്ങൾ, അതായത് തവിടോട് കൂടിയ ധാന്യങ്ങൾ ഉപയോഗിക്കുക. ഓട്സ്, അതുപോലെ തന്നെ ഈ തിന, റാഗി പോലുള്ള മില്ലറ്റ്സ് വിഭാഗത്തിൽപ്പെടുന്ന ധാന്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് കഴിക്കാം. പിന്നെ ഇറച്ചി, മീനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വറുത്തും പൊരിച്ചൊന്നും കഴിക്കാതെ കറി വെച്ച് കഴിക്കുക. അതിൽ ഈ മത്തി, അയില, ചൂര പോലുള്ള മീൻ നമുക്ക് കൂടുതലായിട്ട് കഴിക്കാം. പിന്നെ ചിയാസീഡ് നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് രാവിലെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ഫ്ലെക്സീഡ് എന്ന് പറയും, ചണവിത്ത് വാങ്ങാൻ കിട്ടും, അത് ചതച്ച് സലാഡിൽ ഇട്ട് കഴിക്കുന്നതും വളരെ നല്ലതാണ്. പിന്നെ കശുവണ്ടി, ബദാം, അതുപോലെ തന്നെ വാൾനട്ട് പോലുള്ള നട്ട്സുകൾ നമുക്കൊരു അരപ്പിടി തൊട്ട് 1 പിടി വരെ ഒരു ദിവസം കഴിക്കുന്നതും വളരെ നല്ലതാണ്. നമ്മൾ ഒഴിവാക്കേണ്ട ആഹാരങ്ങൾ എന്ന് പറയുന്നത് കൂടുതലും പഞ്ചസാര, ചായയിൽ പഞ്ചസാര ഇട്ട് കഴിക്കുന്നത് പൂർണ്ണമായിട്ട് നിർത്തുക. പിന്നെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന പേസ്ട്രി, അതുപോലെ തന്നെ മധുര പലഹാരങ്ങൾ, കേക്കുകൾ, ഇതെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. കൂൾ ഡ്രിങ്ക്സ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. പിന്നെ റിഫൈൻ ചെയ്തു വരുന്ന കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഇപ്പം മൈദ, അതുപോലെ തന്നെ പാക്കറ്റിൽ കിട്ടുന്ന ആട്ട, ഈ അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഉണ്ട് നമുക്ക് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന, അതുപോലെ തന്നെ പുറത്തുനിന്ന് നമ്മൾ കഴിക്കുന്ന ജങ്ക് ഫുഡ്, അതൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അപ്പം ഞാൻ ഈ പറഞ്ഞ ഡയറ്റ് പ്ലാൻ നിങ്ങൾ ചെയ്ത് നോക്കുക, വളരെ എഫക്റ്റീവാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്.